നമ്മളൊന്ന് മീൻ വൃത്തിയാക്കുന്ന ഒരു ഇലയുണ്ട്, പേരകത്തിൻ്റെ ഇല. അതൊന്ന് നോക്കാം. ഈ ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈ നാര് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് പേപ്പർ പോലെയാണ്. നമുക്ക് ഇതിൽ നിന്ന് തേച്ച് നോക്കാം, എങ്ങനെ ക്ലിയർ ആവുമെന്ന് കാണിച്ചു തരാം. ഇത് നമ്മളൊന്ന് രണ്ട് ചൂണ്ടയിട്ട് കിട്ടിയ മീനാണിത്. ബ്രാലുണ്ട്, പിന്നെ കാരിയുണ്ട്, കറൂപ്പുണ്ട്. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ആ ഇല വെച്ച് നമ്മൾ പറഞ്ഞ ഇല വെച്ച് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഈ ഇല നമ്മളിങ്ങനെ രണ്ടോ മൂന്നെണ്ണം അങ്ങനെ എടുത്തിട്ട് അങ്ങനെ പിടിക്കുക, എന്നിട്ട് തേച്ച് വെക്കാം. അതാ ഇപ്പം തന്നെ അത് വെളുത്ത് വന്നു തുടങ്ങി. നമ്മളിതിങ്ങനെ ചുമ്മാ തേച്ചാൽ അതാ ഇപ്പം തന്നെ നമ്മൾ തേച്ചപ്പോൾ തന്നെ ക്ലിയറായി വന്നു. ഇതിനകത്ത് കാരി പിന്നെ കൂരി അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വെളുപ്പിച്ചെടുക്കാൻ സാധിക്കും. നല്ല പളങ്ക് പോലെ ഇങ്ങനെയുള്ള കാരിയൊക്കെ ഉള്ള ഇങ്ങനെയുള്ള മീനുകളെല്ലാം ക്ലിയറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാനതൊരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതുപോലെ തന്നെ വെളുത്ത് വെക്കും. കേട്ടോ, നമുക്ക് അടുത്ത വശം കൂടി ക്ലിയർ ചെയ്യാം. കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് സാധനം നമുക്കത് കാണാൻ സാധിക്കും. ഇത് വെളുത്ത് നല്ലോണം ക്ലീൻ ചെയ്തായിട്ട് വേണ്ടത്. നമ്മളിപ്പോൾ കാരി നന്നായിട്ട് വെളുത്ത് നല്ല പളങ്ക് പോലെ ആയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഇത് കണ്ടോ, എല്ലാം ക്ലീൻ ചെയ്ത് തലയുടെ ഇവിടം വരെ ക്ലീനായി. ഈ ഒരു കാര്യങ്ങളുണ്ട്, അതുകൂടെ നമുക്ക് അതുപോലെ തന്നെ തേച്ച് ക്ലീൻ ചെയ്യാം. ഇത് ചെറിയ കാര്യമാണ് കേട്ടോ. നമ്മൾ ചുമ്മാ അങ്ങോട്ട് നിങ്ങൾ വെച്ചങ്ങ് കാണിക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടോ, നല്ല പളങ്ക് പോലെ ആയി വന്നുണ്ട്. ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ക്ലിയറായി. അടുത്ത സൈഡ് ചുമ്മാ ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ തന്നെ അപ്പോൾ തന്നെ സാധനം വെളുത്ത് നല്ല ഇതായിട്ട് വരും. നിമിഷം നേരം കൊണ്ട് തന്നെ അത് തേച്ച് ക്ലിയറായി. എൻ്റെ തലയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലിയറായി കിട്ടിയിരിക്കുകയാണ്, നല്ല ക്ലിയറായിട്ട്. ഇനി നമുക്ക് ബ്രാല് എങ്ങനെ പെട്ടെന്ന് വെളുപ്പിച്ചെടുക്കാം എന്നുള്ളത് കൂടെ കാണിച്ചു തരാം. അടുത്ത് നമ്മൾ വരാലെങ്ങനെ പെട്ടെന്ന് വെളുപ്പിച്ചെടുക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഞോളപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഞോളപ്പ് നമ്മുടെ കയ്യിൽ തെന്നി പോകാതിരിക്കാൻ വേണ്ടി വരാൽ നമ്മൾ ഈ ചാരത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കുക, ഇട്ട് തേച്ചാൽ പെട്ടെന്ന് അത് ക്ലിയറായി കിട്ടും. ഇതൊന്ന് മുക്കിയെടുക്കുക. ഇതെല്ലാം ഞങ്ങൾ ചൂണ്ടയിട്ട് കിട്ടിയ ബ്രാലാണ്. നമ്മൾ തേക്കുമ്പോൾ നമ്മൾ ഈ അരമുള്ള കല്ലാണ്, ഹോളോ ബ്രിക്സ് ആയിരിക്കും നല്ല ഏറ്റവും ബെറ്റർ. കാണിച്ചു തരാം. കേട്ടോ, ഇപ്പോഴേ അത് വെളുത്ത് തുടങ്ങിയത്. പെട്ടെന്ന് ഇതിൻ്റെ ഞോളപ്പ് നമ്മുടെ കയ്യിൽ പിടിക്കാൻ കിട്ടും. ക്ലിയറായിട്ട് പെട്ടെന്ന് ഇതുപോലെ
വെളുത്ത് കിട്ടും. ഇപ്പോഴതിൻ്റെ ചതമ്പൽ പോയി വെളുത്ത് വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ തേച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ആ തേച്ച ബ്രാല് ഇത് കണ്ട നല്ല ക്ലിയറായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലീനായിട്ട് നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട്. ചിലർ ഇതിനകത്ത് ഈ പല വേറെ രീതിയിൽ എളുപ്പ രീതിയിൽ ചെയ്യും. അത് ഈ പുളിവെള്ളത്തിലിട്ട് പിന്നെ വിനാഗിരി ഒഴിച്ച്, പക്ഷെ അതിൻ്റെ ആ ശരിക്കുള്ള അതിൻ്റെ ടേസ്റ്റ് നമുക്കത് കിട്ടില്ല. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറില്ല. നല്ല നാടൻ വരാലാണ്, അതിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നല്ല വളം പോലെയായി. ഇനി 2-3 ഉണ്ട്, അതുകൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് പോലെ. നമ്മൾ ക്ലീൻ ചെയ്ത മീനാണിത്. നിമിഷം നേരം കൊണ്ട് നമ്മളെല്ലാം നല്ല പളങ്ക് പോലെ വെളുത്തുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാലും തലയൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാം. നമ്മൾ മീൻ വെട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരു പൂച്ച നമ്മുടെ കാലിൻ്റെ അതിക്കടെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. അവന് ഇതിൻ്റെ വേസ്റ്റ് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ തല ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ്. നമുക്ക് പൂച്ചയ്ക്ക് കൊടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് മുറിച്ച് ക്ലീനാക്കുന്നു നമ്മൾ പാചകം ചെയ്യുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ നോക്കാം.